അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിന് ജനറ്റിക് അൽഗോരിതം, അതായത് നമ്മുടെ മോഡ്യൂൾ 2-ലെ സെക്കൻഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എൻകോഡിങ്. അപ്പോൾ എൻകോഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് ഇപ്പം നമ്മൾ എൻകോഡ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ നമ്പറിനെ എൻകോഡ് ചെയ്യുക എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റെപ്രസെന്റിങ് ദ ഇൻഡിവിജ്വൽ ജീൻസ്, അതായത് ഓരോ ജീൻസ്, അതായത് ഓരോ ബോക്സിനെയും നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് യൂസിംഗ് ബിറ്റ്സ്, നമ്പേഴ്സ്, ട്രീസ്, അറേസ്, ലിസ്റ്റ്, എക്സെട്ര. So there are different types of encoding. First one is binary encoding. Binary encoding is each chromosome is represented as a binary form, that is in the form of ones or zeros. അതായത് 1-0 എന്ന ഫോമാറ്റിൽ ഓരോ ക്രോമസോംസിനെ, അതായത് ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, ആ പോപ്പുലേഷനിൽ ഓരോ സെറ്റിനെ നമ്മൾ ഓരോ ക്രോമസോം എന്ന് പറഞ്ഞു. ആ ക്രോമസോമിൽ ഓരോ ബിറ്റിന്റെ ബോക്സസിനെ നമ്മൾ ജീൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തുള്ള വാല്യൂനെ നമ്മൾ LE എന്ന് പറഞ്ഞു. ഇനി അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഓരോ ക്രോമസോംസിനെയും നമ്മൾ ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പം ഇറ്റ് ക്യാൻ ബി ഓഫ് ദ ഫോം 1 and 0. ബൈനറി എന്ത് ഫോമിലാണ് അതിനെയാണ് ബൈനറി എൻകോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒക്ടൽ എൻകോഡിംഗ് ആണ്. ഒക്ടൽ എൻകോഡിംഗ് എന്ന് വെച്ചാൽ നേരത്തെ ബൈനറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ബൈനറി നമ്പേഴ്സ്, അതായത് 1s and 0s. അപ്പോൾ ഒക്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, 0 to 7 വരെയാണ് ഒക്ടൽ നമ്പേഴ്സ്. സോ വി ക്യാൻ റെപ്രസെന്റ് ദ ക്രോമസോംസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ നമ്പർ, അതായത് ഒക്ടൽ നമ്പേഴ്സിന്റെ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ എൻകോഡിംഗ്. ഹെക്സാഡെസിമൽ എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഹെക്സാഡെസിമൽ വാല്യൂ, അതായത് 0 to 9 8 അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ക്രോമസോം 1 is 9CE7, ക്രോമസോം 2 is 3DBA. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ എൻകോഡിംഗ്, അതായത് റിയൽ നമ്പർ എൻകോഡിംഗ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് നമ്പർ ആയിരിക്കും നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സീക്വൻഷ്യൽ ഫോർമാറ്റിലായിരിക്കും ആ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഓഡ് നമ്പർ ഒരു സീക്വൻസ് ആണ്, ഈവൻ നമ്പർ ഒരു സീക്വൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് നമ്പേഴ്സിന് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ പെർമ്യൂട്ടേഷൻ എൻകോഡിംഗ്. ഓക്കെ, ദാറ്റ് ഇസ് എവറി ക്രോമോസോം ഇസ് എ സ്ട്രിംഗ് ഓഫ് ഇന്റിജർ ഓർ റിയൽ വാല്യൂ which represent the numbers in a sequence. ഒരു സീക്വൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നോക്കിയേ 1 5 3 2 6 4 7 ഇതൊരു സീക്വൻഷ്യൽ ഫോം ആയിട്ടാണ് അവർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് വാല്യൂ എൻകോഡിംഗ്. വാല്യൂ എൻകോഡിംഗ് ഇസ് ദാറ്റ് ഇതിന്റെ അകത്ത് നമുക്ക് റിയൽ വാല്യൂസും ഉണ്ട്, സാധാരണ സ്ട്രിംഗ് വാല്യൂസും ഉണ്ട്. അതാണ് ക്രോമസോം ഇസ് എ സ്ട്രിംഗ് ഓഫ് സം വാല്യൂ. Value can be anything connected to the problem, from numbers, real numbers or characters to some complicated objects. ഇതാണ് ഈ പറയുന്ന ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം വാല്യൂ വരുമ്പോഴത്തേക്കും ഡിഫറെന്റ് ഫ്ലോട്ടിംഗ് വാല്യൂസ് ഉണ്ട്, നമ്മുടെ ഇന്റിജേഴ്സിന്റെ കോമ്പിനേഷൻസ് ആകാം, ഡയറക്ഷൻസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അതാണ് ഓരോ ക്രോമസോമിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ട്രീ എൻകോഡിംഗ്. ട്രീ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു കമന്റ് കിട്ടുമല്ലോ, എങ്ങനെയാണ് പ്രോഗ്രാം സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ട്രീ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ് ട്രീ എൻകോഡിംഗ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇഫ് n<0 ആണെങ്കിൽ then move to a particular condition else to the another part. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ്. അപ്പൊ ഇഫിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ ട്രീ എൻകോഡിംഗ് പറയുന്നത്. സോ അതാണ് യൂസ്ഡ് ഫോർ ഇവോൾവിംഗ് പ്രോഗ്രാം എക്സ്പ്രഷൻസ് ഫോർ ജനറ്റിക് പ്രോഗ്രാമിംഗ്. ജനറ്റിക് പ്രോഗ്രാമിംഗിൽ നമ്മുടെ എക്സ്പ്രഷൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഈച്ച് ക്രോമോസോം ഇസ് എ ട്രീ ഓഫ് സം ഒബ്ജെക്ട്സ് സച്ച് ആസ് ഫംഗ്ഷൻ ആൻഡ് കമന്റ്സ് ഓഫ് എ പ്രോസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ സെലക്ഷൻ. അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ജനറലി സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്ലൈൻഡ്ലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് രണ്ട് പാരന്റ്സിൽ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് സെലക്ഷൻ. അതായത് സെലക്ടിങ് എ ജീൻ, അതാണ് നമ്മൾ സെലക്ഷൻ എന്ന പ്രൊസീജിയറിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഹൗ വി ആർ സെലക്ടിങ്, ഇസ് ദർ എനി പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ്? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ദർ ഇസ് നോ പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ്. വി ക്യാൻ സെലക്ട് ദ ക്രോമോസോംസ് റാൻഡംലി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ക്രോമോസോമിനെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഹൗ വിൽ വി സെലക്ട് ദിസ്? അതായത് നമ്മളിപ്പോ പറഞ്ഞു വി ആർ ഗോയിങ് ടു സെലക്ട് ദ 2 chromosomes. സോ ഹൗ വി ആർ ഗോയിങ് ടു സെലക്ട്? വി ആർ സെലക്ടിങ് ഇറ്റ് റാൻഡംലി. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് 2 ക്രോമസോമിനെ സെലക്ട് ചെയ്യുന്നു. സോ ഇനി എന്തുകൊണ്ട് നമ്മൾ റാൻഡമായി ചൂസ് ചെയ്യുന്നു? റാൻഡമായി ചൂസ് ചെയ്തിരുന്നാലും സംടൈം ഇറ്റ് ഷുഡ് ഹാവ് എ സ്പെസിഫിക് പ്രോപ്പർട്ടി.
അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർട്ടി വെദർ ഇറ്റ് സാറ്റിസ്ഫൈങ് ഓർ നോട്ട് അങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫിറ്റസ് ഫംഗ്ഷൻ ആണ്. സപ്പോസ് നമുക്കിപ്പോ കിട്ടുന്ന വാല്യൂ, അതായത് ഫിറ്റസ് ഫംഗ്ഷൻ വലുതാണെങ്കിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഡു യു മീൻ ബൈ എ ഫിറ്റസ് ഫംഗ്ഷൻ? സോ ഫിറ്റസ് ഫംഗ്ഷൻ ഇസ് ജനറലി എ ഫംഗ്ഷൻ ദാറ്റ് if we are giving an input it will produce an output according to the perspective function. ഒരു പെർസ്പെക്റ്റീവ് ഫംഗ്ഷൻ അനുസരിച്ച് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് ഫിറ്റസ് ഫംഗ്ഷൻ. അതാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ വിച്ച് ടേക്സ് എ കാൻഡിഡേറ്റ് സൊല്യൂഷൻ ദ പ്രോബ്ലം ആസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് ഇറ്റ് ഷുഡ് ഹൗ ഫിറ്റ് അല്ലെങ്കിൽ ഗുഡ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോബ്ലം. എത്രമാത്രം നന്നായാണ് ആ പെർഫോമിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ സെലക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റാൻഡം, നമ്മൾ രണ്ട് പാരന്റ്സിൽ നിന്ന് രണ്ടെണ്ണത്തിനെ ചൂസ് ചെയ്യാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ആ ചൂസ് ചെയ്യുമ്പോൾ ഹൗ വി ആർ ഗോയിങ് ടു ചൂസ്, വി ആർ റാൻഡംലി പിക്കിംഗ് സം ക്രോമസോംസ്. 2 ക്രോമസോംസിന് റാൻഡംലി നമ്മൾ പിക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ റാൻഡംലി പിക്ക് ചെയ്യുമ്പോൾ ഹൗ വി ആർ ഗോയിങ് ടു സെലക്ട് ദാറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ സെലക്ട് ചെയ്യും, നമുക്ക് എങ്ങനെ ബെറ്റർ സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമ്മൾ പറയാണ് വി വിൽ ചൂസ് വിത്ത് ദ ഹയസ്റ്റ് ഫിറ്റസ്റ്റ് ഫംഗ്ഷൻ. So what do you mean by a fittest function? So fittest function is something that is a function which is related and it will take place output that is the optimal solution. നമുക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ തരുന്നതിനെയാണ് ഫിറ്റസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫിറ്റസ്റ്റ് ഫംഗ്ഷൻ ഇസ് ബേസിക്കലി എന്താണ്, ഹൗ ഫിറ്റ് അല്ലെങ്കിൽ ഹൗ ഗുഡ് ദ സൊല്യൂഷൻ ഇസ് എന്ന് കാണിക്കുന്നതാണ് ഫിറ്റസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മ്യൂട്ടിംഗ് പൂള്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് 2 ഇൻഡിവിജ്വൽസിന് സെലക്ട് ചെയ്തു. ഇതെന്ന് പറയുന്നത് പുതിയ പോപ്പുലേഷൻ നിന്നാണ് സെലക്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് പാരന്റ് സെലക്ഷൻ ആണ്. അപ്പൊ പാരന്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു മേറ്റിനെ സെലക്ട് ചെയ്യണം. അപ്പൊ അതായത് നമുക്കൊരു നെക്സ്റ്റ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പാരന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് പാരന്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് വളരെയധികം ഒരു ക്രൂഷ്യൽ സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന പാരന്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു എന്താണ് നമ്മുടെ ജനറ്റിക് അൽഗോരിതത്തിന്റെ ഒരുപാട് റിസൾട്ട്സ് ഇത് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് എന്താ പറയുന്നത് ഈ എക്സ്ട്രീം ക്രൂഷ്യൽ കണ്ടീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഈ പാരന്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. പാരന്റ് സെലക്ഷൻ ജനറലി 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റ് സെലക്ഷൻ, ഓർഡിനൽ ബേസ്ഡ് സെലക്ഷൻ ആൻഡ് റാൻഡം സെലക്ഷൻ. അപ്പൊ നമുക്ക് ഓരോന്നും ഡിഫറെന്റ് ടൈപ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റ് സെലക്ഷൻ ആണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഓർഡിനലും റാൻഡവും പഠിക്കാനല്ല, ജസ്റ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മാത്രം മതി. അപ്പൊ ഈ ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റിലുണ്ടല്ലോ ഡിഫറെന്റ് ടൈപ്സും കൂടെ പഠിക്കാനുണ്ട്. അപ്പം ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ രീതിയിലാണ്. ഇപ്പൊ വലിയൊരു ടെക്സ്റ്റ് ബുക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കോമൺ ആയിട്ട്, അതായത് ഇങ്ങനെയാണ് സെലക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു ടൈപ്പാണ് പാരന്റ് സെലക്ഷൻ. പാരന്റ് സെലക്ഷൻ്റെ അകത്ത് 3 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് പഠിക്കേണ്ടി വരും. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പാണ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അതായത് ഈസിയർ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയർ അതായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഹയസ്റ്റ് ഫിറ്റ്നസ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഫിറ്റ്നസ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ്. നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഫിറ്റ്നസ് ഫംഗ്ഷൻ. അപ്പം ഫിറ്റ്നസ് ഫംഗ്ഷൻ ഹയസ്റ്റ് വാല്യൂ കിട്ടുക, അതാണ് ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റ് സെലക്ഷൻ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓർഡിനൽ ബേസ്ഡ് സെലക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ റാങ്ക് ഉണ്ടായിരിക്കും. ആ റാങ്ക് സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കും വി വിൽ ചൂസ് എ പാരന്റ്. ആർക്കാണോ ഹയർ റാങ്ക് വരുന്നത് അയാളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർഡിനൽ ബേസ് എന്ന് പറയുന്നത്. And the third one is random. Random എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ we are just picking it randomly. 2-3 കാര്യങ്ങൾ പാരന്റിനെ പിക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഈ റാൻഡം സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 മെത്തേഡ്സ് ഓഫ് ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റ്. അതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് റൗലറ്റ് വീൽ സെലക്ഷനും പിന്നെ സ്റ്റൊക്കാസ്റ്റിക് യൂണിവേഴ്സൽ സാമ്പിളിംഗ്. ഇത് രണ്ടും പഠിക്കും. നമുക്ക് ആദ്യം ഈ ഫിറ്റ്നസ് പ്രൊപ്പോർഷനേറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വേ ഓഫ് പാരന്റ് സെലക്ഷൻ. പിന്നെ എന്താണ്, പിന്നെ എവറി ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം എ പാരന്റ് വിത്ത് എ പ്രോബബിലിറ്റി വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫിറ്റ്നസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിറ്റ്നസിനെ ബേസ് ചെയ്തായിരിക്കും വി ആർ ഗോയിങ് ടു സെലക്ട് ദ ക്രോമസോം അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സെലക്ട് ദ പാരന്റ്. Next one is fitter individuals have a higher chance of meeting and propagating their feature. ഇനി നമുക്ക് we are going to study about the 2 different methods of fitness proportionate selection. First one is roulette wheel selection. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു വീലാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഹൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദിസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് റൗലറ്റ് വീൽ സെലക്ഷൻ, ഇതെന്ന് പറയുന്നത് ഒരു സർക്കുലർ ഒരു പൈ ഡയഗ്രം ആണ്. ഇറ്റ് ഇസ് ഡിവൈഡഡ് ആസ് ഫോളോസ്. അപ്പം ഇത് ആദ്യം ഞാൻ വായിച്ചിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Fixed point is chosen on the wheel, circumference is shown and the wheel is rotated. The region of the wheel which comes in front of the fixed point is chosen as a parent. For second parent the same process is repeated.
അപ്പൊ ഇതാണ് ആ വീല്. അപ്പൊ ഈ വീലില് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പൊ ഇതിനെ ഒരു ഡയറക്ഷനിലോട്ട് സ്പിൻ ചെയ്യുമ്പോൾ എവിടെയാണോ ഫിക്സഡ് പോയിന്റ് വരുന്നത് അയാളെ ആയിരിക്കും നമ്മൾ പാരന്റായി ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സ്പിൻ ചെയ്തപ്പോൾ ഡി ആണ് ഫിക്സഡ് പോയിന്റിന്റെ ആരോ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഡി എ പാരന്റായി ചൂസ് ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ എനിക്കിവിടെ ക്രോമോസോമും അതിന്റെ ഫിറ്റ്നസ് വാല്യൂവും തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ ഒരു പൈ ചാർട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് എന്ന് പറയുന്നത് എക്കും ഇക്കും ആണ്. കാരണം എയും ഇയും ആണല്ലോ ഒരുപാട് സ്പേസ് ഒക്കുപ്പൈ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കായിരിക്കും കൂടുതൽ ചാൻസ്. അതാണ് ഫിറ്റ് ഇൻഡിവിജ്വൽ ഹാസ് എ ഗ്രേറ്റർ പൈ ഓൺ ദ വീൽ, സോ ദ ഗ്രേറ്റർ ചാൻസ് ഓഫ് ലാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫിക്സഡ് പോയിന്റ് വെൻ ദ വീൽ ഇസ് റൊട്ടേറ്റഡ്. പ്രോബബിലിറ്റി ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ഇറ്റ്സ് ഫിറ്റ്നസ്. ഇനി ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, അതും കൂടെ പറയാം. ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫിറ്റ്നസ് ആൻഡ് ജനറേറ്റ് എ റാൻഡം നമ്പർ 0 and S. Starting from the top of the population, keep adding the fitness of the partial sum P and the individual. അപ്പൊ ഇത് നിങ്ങൾ ഇംപ്ലിമെന്റേഷൻ പഠിക്കണം എന്നില്ല, അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ ജസ്റ്റ് എന്തോ ആണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് യൂണിവേഴ്സൽ സാമ്പിളിംഗ്. അപ്പൊ ഇതെന്ന് പറയുന്നത് സെയിം ആസ് നമ്മുടെ ഫിറ്റസ്റ്റ് തന്നെയാണ്, നമ്മുടെ റൗലറ്റ് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇൻ റൗലറ്റ് there is only one fixed point. So here in stochastic universal sampling there are more than one fixed point. അപ്പൊ ഇതിലെന്ന് പറയുന്നത് എന്താണ്, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 പാരന്റിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ എവിടെയൊക്കെയാണോ there are multiple fixed points, അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഫിക്സഡ് പോയിന്റ് വരുന്നത് we should choose that particular എന്തായിരിക്കും പാരന്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. അതാണ് സ്റ്റൊക്കാസ്റ്റിക് യൂണിവേഴ്സൽ സാമ്പിളിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇനി ഇതിപ്പോ നമ്മൾ നേരത്തെ പാരന്റ് സെലക്ഷൻ പഠിച്ചതുപോലെ നെക്സ്റ്റ് ടൈപ്പ് ആണ് ടൂർണമെന്റ് ടൈപ്പ് അല്ല, നെക്സ്റ്റ് സെലക്ഷൻ ആണ് ടൂർണമെന്റ് സെലക്ഷൻ. ടൂർണമെന്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയുമെങ്കിൽ ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് ദിസ് എന്താണ് ഫിറ്റ്നസ്, റാൻഡമും ഓർഡിനൽ 3 എണ്ണത്തിന്റെ മിക്സ് ആണ് ഈ ടൂർണമെന്റിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് കെ ടൂർണമെന്റ് സെലക്ഷൻ, അതായത് കെ വാല്യൂസ് എത്ര വരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് പോവാം. അപ്പൊ ഇതിന്റെ അകത്ത് പാരന്റ് ചൂസ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് വാല്യൂ ആർക്കാണോ അയാളുടെ നിന്നാണ് പാരന്റിനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ചില പ്രോസസ്, അപ്പം ഒരു പാരന്റിനെ ചൂസ് ചെയ്തതിനു ശേഷം ഇതേ പ്രൊസീജിയർ തന്നെയാണ് നെക്സ്റ്റ് പാരന്റ് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ അകത്ത് അവർ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ ഇസ് ഓൾസോ എക്സ്ട്രീംലി പോപ്പുലർ ഇൻ ലിറ്ററേച്ചർ ആസ് ഇറ്റ് ക്യാൻ ഈവൻ വർക്ക് വിത്ത് നെഗറ്റീവ് ഫിറ്റ്നസ് വാല്യൂ. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിറ്റ്നസ് വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടൂർണമെന്റ് സെലക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് വൈൽ വി ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് അതായത് മറ്റേ ഫിറ്റസ്റ്റ് ഇനിയും സ്റ്റൊക്കാസ്റ്റിക്കുമായിട്ട് റൗലറ്റും സ്റ്റൊക്കാസ്റ്റിക്കും കമ്പയർ ചെയ്യുമ്പോൾ ദ ആഡ് ഓൺ അഡ്വാൻറ്റേജസ് ഹിയർ ദിസ് വിൽ വർക്ക് വിത്ത് ദ നെഗറ്റീവ് വാല്യൂസ് ഓൾസോ. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇതാണ് അതിന്റെ ഫിറ്റ്നസ് വാല്യൂ. ഓക്കെ, ഇതാണ് അതിന്റെ ക്രോമോസോം. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ റാൻഡംലി 3 ക്രോമോസോമിനെ സെലക്ട് ചെയ്തു, എ, ഇ ആൻഡ് ടി. അപ്പൊ ഞാൻ എ, ഇ ആൻഡ് ടി എടുത്തു. എന്നിട്ട് ഐ ആം കമ്പയറിംഗ് ദ 3 ഫിറ്റ്നസ് ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും ഹയർ ആയിട്ടുള്ള ഫിറ്റ്നസ് ആർക്കാണ് നോക്കുമ്പോൾ എക്ക് നോക്കുമ്പോൾ 5 ഉണ്ട്, ഇക്ക് 2 ഉണ്ട്, ടിക്ക് 2 ആണ്. അപ്പൊ ഇതിൽ ഹയർ ആർക്കാണ്, എക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനെ പാരന്റ് ആക്കി എടുത്തു. ഇതാണ് ടൂർണമെന്റ് ഫിറ്റ്നസ് ഫംഗ്ഷൻ, ടൂർണമെന്റ് സെലക്ഷൻ. അതായത് നമ്മൾ ഫിറ്റ്നസിനെ നോക്കുന്നുണ്ട്, റാൻഡംലി ആദ്യം ചൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓർഡിനലാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഹയസ്റ്റ് റാങ്ക് ആർക്കാണോ അയാളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് 3 എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റാങ്ക് സെലക്ഷൻ ആണ്. റാങ്ക് സെലക്ഷനും ഇതുപോലെ തന്നെയാണ്, നെഗറ്റീവ് വാല്യൂസിനാണ് കുറച്ചും കൂടി പോപ്പുലാരിറ്റി കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല കുറച്ചും കൂടി ക്ലോസർ ആയിട്ടുള്ള ഫിറ്റസ്റ്റ് വാല്യൂ ആരാണോ അവരെയും കൂടി ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയും. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് മറ്റേ ഓരോ ഇൻഡിവിജ്വൽ കാണിച്ചതുപോലെ തന്നെ ഏകദേശം ഈക്വൽ ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഫിഗർ നോക്കാം. So the selection of parents depend on the rank of each individual and not the fitness. അപ്പൊ ഇതിൽ റാങ്കിനെയാണ് ചൂസ് ചെയ്യുന്നത്, മറ്റതിനെ അല്ല ചൂസ് ചെയ്ത് വരുന്നത്. പിന്നെ ഹയർ റാങ്ക്ഡ് ഇൻഡിവിജ്വൽസ് ആർ പ്രിഫേർഡ് മോർ ദാൻ ദ ലോവർ റാങ്ക്ഡ് വൺ. അപ്പൊ ഇവിടെ നോക്കിക്കേ, പൈ ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. പക്ഷെ പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ആർക്കും ഹയർ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, ഇതിന് നമ്മളൊരു റാങ്ക് പറഞ്ഞിട്ടുണ്ട്, ആ റാങ്ക് അനുസരിച്ചായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ റാങ്ക് സെലക്ഷനിൽ ആദ്യമേ പറഞ്ഞത്. അതെങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതൊരു റാങ്ക് ബേസ്, നമ്മൾ ഓർഡിനൽ പറഞ്ഞപ്പോൾ പറഞ്ഞു റാങ്ക് ബേസ് ആണ്. കാരണം റാങ്ക് ഉണ്ടെങ്കിലേ ചൂസ് ചെയ്യത്തുള്ളൂ. അത് തന്നെയാണ് ഈ റാങ്ക് സെലക്ഷനിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓപ്പറേറ്റേഴ്സേ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് എൻകോഡിങ്ങും പഠിച്ചു, സെലക്ഷനും പഠിച്ചു. അപ്പൊ എൻകോഡിങ്ങിനകത്ത് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻകോഡിങ്സ് പഠിച്ചു. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. സെലക്ഷന്റെ അകത്താണ് നമ്മൾ ഈ പഠിച്ച ഓരോ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചത്. അപ്പൊ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിറ്റസ്റ്റില് നമ്മൾ 3 ഡിഫറെന്റ് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്.
ഓക്കെ അപ്പൊ അതുപോലെ അതിന്റെ അകത്ത് ഫിറ്റ്നസ്സിൽ 2 പഠിച്ചു, റൗലറ്റ് മറ്റേ. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴത്തേക്കും ആയിരിക്കും എക്സാമിന് മാർക്ക്. എക്സാമിന് സെലക്ഷൻ തന്നെ എസ്എ പാർട്ട് ക്വസ്റ്റൻ ആയി ചോദിക്കും. അപ്പൊ എല്ലാം എഴുതേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് ആൻസറിനെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതാണ്. ഓക്കെ.